മാലാഖമാരണി ചേരുന്നു, മണികൾ മുഴങ്ങുന്നു, അനുപമ ബലിയർപ്പിച്ചിടുവാൻ അൾത്താരവേദിയൊരുങ്ങുന്നു. അണയാമൊന്നു ചേരാം, ദൈവത്തിന് ബലിയർപ്പിക്കാം, ആ തിരുനാഥന്റെ മുന്നിൽ ജീവിതം കാഴ്ചയേകാം. അണയാമൊന്നു ചേരാം, ദൈവത്തിന് ബലിയർപ്പിക്കാം, ആ തിരുനാഥന്റെ മുന്നിൽ ജീവിതം കാഴ്ചയേകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈ ആഴ്ചയിൽ നമ്മൾ ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് ബലി അർപ്പിക്കുന്ന നിമിഷമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഇതിനോട് ചേർന്ന് പങ്കുചേർന്ന ഒത്തിരി പേര് ഉണ്ട്. നൊമ്പരത്തോടെ വേദനയോടെ ക്രിസ്തു സ്വീകരിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന പ്രായമായ ഒത്തിരി പേരുണ്ട്. ദേവാലയം തുറക്കപ്പെടണം, ദേവാലയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒത്തിരി പേര്. അവരെ നമുക്ക് മനസ്സോട് ചേർത്ത് വയ്ക്കാം. ഇന്ന് ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ചിന്ത ഇത് തന്നെയാണ്: ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നൊമ്പരം അറിയുക. നമ്മൾ കാണുന്നത് മുഴുവൻ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്നേഹത്തിൻ്റെ ചിത്രങ്ങളാണ്. അതിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ ആദ്യം മനുഷ്യൻ മർദ്ദിച്ചുകൊണ്ടായ ഒരപ്പൻ്റെ വേദന തിരിച്ചറിയാവുന്ന, അപ്പനെ അനുഭവിക്കുന്ന ഒരു ആത്മാവിൻ്റെ വേദന, തൻ്റെ സ്നേഹമായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനൊമ്പരം നമുക്ക് ഈ ബലിയിൽ തിരിച്ചറിയാനാവട്ടെ. അവർ വലിയ നൊമ്പരത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്കും ആവട്ടെ. ഈ സ്നേഹത്തിനെതിരായി ചെയ്തു പോയ എല്ലാ പാവങ്ങളോട് മനസ്സുവെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോടും എല്ലാ മാതാക്കളുടെ വിശുദ്ധരോടും സഹോദരികളോടും ഞങ്ങൾ വീക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നിന്റെ പാപങ്ങൾ പൊറുത്ത് നമ്മെ ഇത് ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയ മക്കളെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയുടെ കൂടെ വിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആണ്ടോട്ടത്തിലെ 22-ാം ജർമ്മിയാസ് പ്രവാചകന്റെ പുസ്തകം. കർത്താവ്, അങ്ങെന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങേക്കാൾ ശക്തനാണ് ഞാൻ, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായ തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. അവിടുത്തെ നാമത്തിൽ മേല് സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു, ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ ആദരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇടയ്ക്ക് ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആദരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിൽ അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പൂർണ്ണമായത് ഏതെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നമ്മെ വിളിച്ചിരിക്കുന്നതറിയാൻ
നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധമായി എഴുതിയ വിശുദ്ധ സുവിശേഷമായ കർത്താവേ, അങ്ങേക്ക് മഹത്വം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിക്കുക. അധ്യായം 16, 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ച് തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകും, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ എൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ഒരു വചനം ഇന്ത്യയിലുടനീളം, കേരളത്തിലുടനീളം പ്രതിധ്വനിച്ച വചനമാണ്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ വിശുദ്ധനായിട്ട് ഗോവയിൽ നിലകൊള്ളുന്ന ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ വചനങ്ങൾ. പ്രഭുകുമാരനായിരുന്ന, എല്ലാ അധികാരവും അംഗീകാരവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന, ജ്ഞാനമുണ്ടായിരുന്ന, പഠിച്ച ബിരുദം നേടിയ, പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ നന്ന ചെറുപ്പത്തിൽ അവസരം കിട്ടിയ, എല്ലാ അംഗീകാരം കിട്ടിയ ഫ്രാൻസിസ് സേവ്യറിനെ ഈ ഒരൊറ്റ വാക്ക്, ഈ ഒരു വചനഭാഗമാണ് മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ. ലിയോള പുണ്യവാളൻ പലവരോടും ചോദിച്ചപ്പോൾ അവന് മറിച്ച് ഉത്തരം നൽകേണ്ടി വന്നു. അവൻ്റെ രാജ്യം വിട്ട്, ലിസ്ബൺ വിട്ട് ഇന്ത്യയിൽ വന്ന് പിന്നെ തിരിഞ്ഞ് നാട്ടിലേക്ക് പോയിട്ടില്ല. ശരീരം ഇന്നും അഴകാതെ ഗോവയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വചനം എത്രമാത്രം ജീവിച്ചിരിക്കണം. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ശരീരവും ആത്മാവും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. എല്ലായിടത്തും പല രീതിയിൽ, പല ഭാവത്തിൽ നമ്മൾ കാണാം. ആത്മാവും ശരീരവും തമ്മിലുള്ള യുദ്ധം. സ്വപ്നയിലൂടെ ആകാം, സരിതയിലൂടെ ആകാം. അത് നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്ന 2-3 ഭാവങ്ങൾ. അപ്പുറത്തുള്ള ഒത്തിരി ഭാവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്, നമ്മിൽ തന്നെയുണ്ട്. ഈ ഒരു ദ്വന്ദ്വ യുദ്ധം ശരീരവും ആത്മാവും തമ്മിൽ
ദൈവം നമ്മോട് ഇന്ന് ഒരിക്കൽ കൂടെ പറയുക, നിങ്ങൾ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഈ യുദ്ധം മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ അന്ത്യശ്വാസം നിൽക്കുന്നത് വരെ, അവസാന നിമിഷം വരെ ഈ യുദ്ധമുണ്ട്. പല രൂപത്തിൽ, പല ഭാവത്തിൽ നമ്മത് ജീവിച്ചേ മതിയാണ്. പക്ഷെ നിങ്ങൾ ആ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വന്നാലേ നിങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ. സ്വർഗം പുൽകണമെങ്കിൽ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ കുരിശെടുക്കാൻ, ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ, ആത്മീയാന്യത്തിലെ യുദ്ധത്തിൽ പങ്കുചേരാൻ നമുക്കാവണമെന്നാണ് ഇന്നത്തെ സന്ദേശം മുഴുവൻ. യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ, ശിഷ്യന്മാരെ എതിർക്കുമ്പോൾ, അതിനെ ധ്യാനിച്ചപ്പോൾ പോയി ചിന്തയില്ല എന്തുകൊണ്ട് യേശു കുരിശെടുക്കാൻ തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു മരണരീതി, ഏറ്റവും അസഹനീയമായ ഒരു മരണ സമ്പ്രദായം, അത് യേശു ഏറ്റെടുക്കുക. യേശു ചിന്തിച്ച് കാണണം. അതുകൊണ്ട് ആമുഖത്തിൽ പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഹൃദയ നൊമ്പരം, മനുഷ്യരെ പാപം ചെയ്ത് ദൈവപിതാവിൻ വിട്ടുപോയപ്പോൾ അനുഭവിച്ച നൊമ്പരം, അതതിൻ്റെ മൂർധന്യത്തിൽ അനുഭവിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും നികൃഷ്ടമായ ആ ഒരു മരണരീതിക്ക് അവൻ തല വെച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചിന്തകളും പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ്. ആ പിതാവിൻ്റെ ഹൃദയ നൊമ്പരം അനുഭവിക്കാൻ തന്നെയാണ്. അതിന് ദൈവം കൊടുത്ത വില ക്രിസ്തുവിൻ്റെ കുരിശുമരണമാണെന്ന് തിരിച്ചറിയാം. ആ മരണം എന്നും അൾത്താരയിൽ നടക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക. എന്നും അൾത്താരയിൽ വൈദികൻ അപ്പം കുറിച്ച് നൽകുമ്പോഴൊക്കെ ഈ കുരിശുമരണത്തിൻ്റെ നൊമ്പരത്തിൻ്റെ, സ്നേഹ നൊമ്പരത്തിൻ്റെ അടയാളങ്ങളുണ്ടെന്ന്, അടയാളങ്ങളല്ല, അത് യഥാർത്ഥമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ യുദ്ധത്തിലും മനോഹരമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ആത്മാവിനെ ശരീരത്തിൽ വിശുദ്ധമായിട്ട് സൂക്ഷിച്ച് ശരീരത്തെയും ആത്മാവിൽ വിശുദ്ധമാക്കിക്കൊണ്ട് ആ മനോഹരമായ യാത്ര കുരിശിലേക്ക്, കുരിശിനപ്പുറത്തേക്ക് നമുക്ക് നടക്കാൻ ആവുക. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പള്ളി പണിയണമെന്ന വലിയ, സഭയെ നവീകരിക്കണമെന്ന വലിയ കുരിശ് ഏറ്റെടുത്തപ്പോൾ ചെയ്തതും അത് തന്നെയാണ്. പിതാവിധത്തിൽ നിന്നപ്പോൾ ലോകത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ ഭാഗമായ ഉടുപ്പ് പോലും ഊരിയിട്ടിട്ട് വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ചിത്രം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവചരിത്രത്തിൽ വായിക്കാതെ പോകുന്ന മറ്റൊരു ചിത്രം കൂടി ഉണ്ടാകണം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ മകൻ തിരിച്ചു വീട്ടിൽ ചെന്ന് അപ്പന് വസ്ത്രമണിയിച്ച്, അപ്പൻ മകന് സ്നേഹത്തോടെ വസ്ത്രമണിയിച്ച് ഒന്നാകുന്ന ചിത്രം ഉണ്ടായിരിക്കണം, ഉണ്ടാകും. അപ്പൻ യാത്ര കൃത്യമായി തിരിച്ചറിയുമ്പോൾ അസീസി പുണ്യവാളനെ മാറോട് ചേർത്ത് സ്നേഹിച്ചിരിക്കണം. അത് ഒരിടത്തും വായിക്കുന്നില്ല. പക്ഷെ അങ്ങനെയും കഥയുടെ ജീവിതം ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ശേഷം അസീസി പുണ്യവാളൻ വീട്ടിൽ പോയി അപ്പൻ്റെ നൊമ്പരങ്ങളൊക്കെ ചേർത്ത് വെച്ച് അപ്പനെയും വസ്ത്രം അണിയിച്ച്, അപ്പൻ വീണ്ടും മകന് ഒരു വിശുദ്ധ വസ്ത്രം അണിച്ചു കൊടുക്കുന്ന ഒരു ചിത്രം കൂടി ജീവിതകഥയിലുണ്ട്. നമുക്കതും ധ്യാനിക്കാം. ഈ രണ്ട് പുണ്യവാളന്മാരെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈ ഒരു ലോകത്തോടുള്ള സൈന്യത്തോട് യുദ്ധമാണെന്ന് തിരിച്ചറിയുക. ആ യാത്ര മനോഹരമായിട്ട് വിശുദ്ധിയിൽ നടക്കാൻ നമുക്കാവട്ടെ, സ്നേഹത്തിൽ നടക്കാൻ നമുക്കാവട്ടെ. ഓരോ ബലിയും അതിനെ നമ്മളെ പ്രചോദിപ്പിക്കുന്നു, നമ്മളെ വെല്ലുവിളിക്കുന്നു. യേശു എല്ലാ ദിവസവും മുറിച്ച് നൽകുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഹൃദയ നൊമ്പരം തന്നെയാണെന്ന് പറയുക. ആ ഹൃദയ നൊമ്പരം നമുക്ക് സ്വന്തമാക്കാം. ഈ കാലഘട്ടത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളോടും പ്രയാസങ്ങളോടും പ്രേക്ഷിത ചൈതന്യത്തോടെ ഇടപെട്ട് അവിടെ ഇരുന്ന് അവിടെ നമ്മളെ സ്വന്തമാക്കി ഇത് ജീവിക്കാൻ നമുക്ക് ആവട്ടെ. ആമേൻ. ഹല്ലേലൂയ. പിതാവിൻ്റെ സർക്കുലറുണ്ട്. 3 ചിന്തകളാണ് ഇതിലുള്ളത്. ഒന്ന്, വല്ലാർപാടം തീർത്ഥാടനം നമ്മൾ സെപ്റ്റംബർ മാസം നടത്താറുണ്ട്. സെപ്റ്റംബർ 13 ഞായറാഴ്ചയാണ് വല്ലാർപാടത്തിൻ്റെ തീർത്ഥാടന അനുസ്മരണ ദിനം. അന്ന് വലിയ പിതാവ് നമുക്ക് വേണ്ടി വല്ലാർപാടം ബസിലിക്കൽ കുർബാന അർപ്പിക്കുന്നുണ്ട്. നമുക്ക് വന്നും ആത്മീയമായിട്ട് ചേരണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസം ഓർത്തിരിക്കുക. സെപ്റ്റംബർ 13 ഞായറാഴ്ച നമ്മളും പിതാവിനോട് ചേർന്ന് ആ ഒരു വലിയ തീർത്ഥാടനത്തിൽ ഹൃദയം കൊണ്ട് പങ്കുചേരുന്നു.
അമ്മയോട് ചേർന്ന് നിൽക്കുന്നു. അമ്മയ്ക്ക് രൂപതയെ മുഴുവൻ സമർപ്പിക്കുന്ന ദിവസമായിട്ട് അതിനെ മാറ്റുക. വീണ്ടും കൊന്തമാസം, ജപമാല മാസം മനോഹരമായിട്ട് ആചരിക്കണമെന്ന് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും മന്ത്രിസഭയോട് ചേർന്ന് സുഭിക്ഷ കേരളം സുരക്ഷാ പദ്ധതി വരാപ്രാന്ത രൂപതയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഇടവകകളും എല്ലാ കുടുംബങ്ങളും കൃഷി സ്ഥലങ്ങൾ, നമുക്കുള്ള സ്ഥലം കൃഷിയോഗ്യമാക്കാൻ, ഫലസമൃദ്ധമാക്കാൻ രൂപത പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമുക്കതിനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ വീട്ടുമുറ്റങ്ങൾ, അടുക്കള തോട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കി നമുക്ക് മനോഹരമാക്കാൻ ശ്രമിക്കാം. ഈ 3 ചിന്തകൾ മനസ്സിലുണ്ടാകട്ടെ. വലപാഠം തീർത്ഥാടനം, ജപമാല മാസം, സുഭിക്ഷ കേരളം സുരക്ഷാ പദ്ധതി. നമുക്ക് എഴുന്നേൽക്കാം. പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരെ സമർപ്പിച്ച് നമുക്ക് വിശ്വാസം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമദൃശ്യമായ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കർത്താവും ചാതനായ ഈ വിധിയിൽ പുതർന്നും എല്ലാവരും മുൻപ് പിതാവും ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിന്റെ പ്രകാശവും സത്യത്തിനുള്ള ദൈവവും ജനിച്ച് സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവാസനീയമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗം നൽകി പരിശുദ്ധാത്മാവാൻ കന്യാമൃതം ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പൊതുസ്പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടുക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം ഉയരുകയും സർവ്വവികാരങ്ങളും ചെയ്യുകയും പിന്നെ ആദ്യമായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിളിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജാസ്ഥാനം ഉണ്ടാകുകയുമില്ല. കർത്താവ് ചെയ്യുന്നവനാവും പിതാവിനോട് പുത്രന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധനപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലന്മാരുടെ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളെ മോചനത്തിനായുള്ള ഏകജ്ഞാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരും വരാനുഗതിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിവിധങ്ങളായ ആവശ്യങ്ങളെ ഈ നിമിഷം മൗനമായിട്ട് ആൾക്കാരിൽ സമർപ്പിക്കാം. കൊറോണ നമ്മളെപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സംരക്ഷണത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് രോഗികളായി കൃത്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ, ലോക്ക്ഡൗണായിട്ട് ആയിരിക്കുന്നവരെ, കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ കഴിയുന്നവരെ, ബിസിനസ്സൊക്കെ തകർന്ന് കഷ്ടപ്പെടുന്നവരെ, ജോലിയില്ലാതെ അറിയുന്നവരെ, ജീവിതത്തിന് രണ്ടറ്റം എത്തിക്കാൻ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഒരുമിച്ച് ഓർക്കാം, അച്ഛൻ സമർപ്പിക്കാം. ഭയപ്പെട്ട് കഴിയുന്നവരെ, രോഗമുള്ളവരെ, ഇപ്പോഴും ഭയമുണ്ടാകുന്നവരെ നമുക്ക് ഓർക്കാം. ആത്മാവിൻ്റെ ധൈര്യം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ നിയോഗങ്ങളെയൊക്കെ ഓർക്കാം. കുടുംബത്തിലുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ഓർക്കാം. അവരുടെ പഠനത്തെ, അവർ വിടുതനായിരിക്കേണ്ട അവസ്ഥകളെ, മാനസികമായ എല്ലാ അസ്വസ്ഥതകളെയും സന്തോഷങ്ങളെയൊക്കെ സമർപ്പിച്ചേർത്ത് നമ്മുടെ എല്ലാ കുട്ടികളെയും നമുക്ക് അടുത്താൽ സമർപ്പിക്കാം. നമ്മുടെ ഈ ഒരു ദേവാലയത്തിൻ്റെ എല്ലാ നിയമങ്ങളും ചേർത്ത് വയ്ക്കാം. വ്യക്തികളുമായി നിങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സ്വീകരി
സഹോദരരെ നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മൊത്തം ദിവസങ്ങളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഇതിനെ സ്വീകരിക്കുവാനാകട്ടെ. കർത്താവെ, ഈ ദിവ്യാർപ്പണം നിനക്കെപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ധന്യമാണ്. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും വിസ്മയീയമായ പ്രവൃത്തികളിൽ കർത്താവായ ക്രിസ്തു വഴി നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലകന്മാരോടൊപ്പം അങ്ങ് സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ഒന്ന് ചേർന്ന് ആരംഭിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാം നിരഞ്ജനമായി വിണ്ണലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ മരുവാനേറ്റ ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. ഞങ്ങൾക്കായവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വന്നവരെ അങ്ങ്
അങ്ങേ മുളക് പ്രഖ്യാപിക്കുന്നു, അങ്ങേയർക്ക് ഞാൻ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഇത് ഫ്രാൻസിസ് പാപ്പയോടും അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ചില സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടച്ചവരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഇതിലെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്വലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞാൻ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞ് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് നേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തനം ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. എന്തിനും സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം അങ്ങ് തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, എൻ്റെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കിടപ്പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുവാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവിൻ്റെ സമാധാനം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ശാന്തി നൽകിയിടമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങനെ പ്രവേശിക്കാനായിരിക്കുന്നില്ല. അങ്ങൊരു വാക്യനുസരിച്ച് മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും നമ്മെ എല്ലാവരെയും നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോവിൻ ഹൃത്തിനുള്ളിൽ, ഈശോവിൻ മേലങ്കിക്കുള്ളിൽ, ഈശോയിൻ രൂപം കാണുമ്പോഴിൻ മുഖം ശോഭിതമാകും. ഈശോയിനിൽ വാഴുമ്പോഴിനുള്ള സ്വർഗമായി തീരും. കാനായിലെ കൽഭരണി പൂർവ്വക്കോലം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പൂർവ്വക്കോലം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, വീഴ്ത്തൽ വീണാകുമോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, വീഴ്ത്തൽ വീണാകുമോ. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു കാത്തിരിക്കാം. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ. തയ്യൽ കൂടാതമ്മ നീതൊരു വിലക്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ. നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലിൽ നിന്നും എന്നെ കഴുകിടുമോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായികയായ പ്രിൻസി തൻ്റെ വിവാഹ ജീവിതം തുടങ്ങിയിട്ട് തിരിച്ചു വന്ന ആദ്യ ബലിയിൽ അർപ്പിക്കുകയാണ്. പ്രിൻസിക്കും ഭർത്താവിനും അവരുടെ പുതിയ കുടുംബത്തിനും പുതിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതവും മനോഹരമാകട്ടെ എന്ന് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതനായി അങ്ങ് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം എൻ്റെ ഹൃദയങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു.